ഒരാൾ 10% ലാഭത്തിൽ ഒരു സാധനം വിൽക്കുന്നു. അയാൾ 1 കിലോയ്ക്ക് പകരം 950 ഗ്രാമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. സപ്പോസ് 100 ഗ്രാമിന് 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. അപ്പം 100 ഗ്രാമിന് പകരം 5% കുറച്ച്, അല്ലെങ്കിൽ 1950 കൊടുത്താൽ 100-ന് അവൻ എത്രയും നമുക്ക് തരത്തുള്ളൂ? 95 തരത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര മേടിക്കും? 110 മേടിക്കും, 10% ലാഭം. അപ്പം ഇത് അയാളുടെ സെല്ലിംഗ് പ്രൈസും ഇത് അവൻ്റെ കോസ്റ്റ് പ്രൈസും അല്ലേ. 100 അവന് ചിലവായില്ല. 100 രൂപയുടെ സാധനം കള്ളത്തൂക്കം ആയതുകൊണ്ട് 95 അയാൾക്ക് ചിലവായുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര മേടിച്ചു? 110 മേടിച്ചു. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എത്ര? 95 ചിലവാക്കി 110 കിട്ടി, 15 അയാളുടെ ലാഭം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 95 ആണ്, ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 ആൻഡ് 15/19% എന്ന് കിട്ടും. ഇനി അതല്ല, ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വേഷനാണ് P + Q ഡിവൈഡഡ് ബൈ 100 മൈനസ് Q ഇൻറ്റു 100. അപ്പോൾ P എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. പ്രൈസിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10%. 10% എഴുതാൻ 10 എഴുതിയാൽ മതി. 10. ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുന്ന എത്ര ശതമാനം? 1000-ന് 950 കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 1000-ന് 950 എന്ന് പറയുമ്പോൾ 100-ന് 95 കൊടുക്കത്തുള്ളൂ. അപ്പോൾ 5% കുറച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. സോ P + Q 10 + 5 ഡിവൈഡഡ് ബൈ 100 - 5 ഇൻറ്റു 100 അല്ലേ. 10 + 5 15, 100 - 5 95 ഇൻറ്റു 100 അല്ലേ. ഇവിടെ കിട്ടിയ അതേ ഇതല്ലേ നമുക്ക് കിട്ടിയത്, നോക്കിക്കേ, കണ്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. 15 ആൻഡ് 15/19% എന്നുള്ള സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യാം.